ഹേ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് വിൻഡ് ബ്രേക്കർ എന്ന ജാപ്പനീസ് അനിമി TV സീരീസിന്റെ സീസൺ 1 12ാമത്തെ എപ്പിസോഡാണ്. ഇതാണ് ലാസ്റ്റ് എപ്പിസോഡ് എന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ ഒരു എപ്പിസോഡ് കൂടി വരാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇതുവരെ അത് റിലീസ് ആയിട്ടില്ല. സോ അത് റിലീസ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പൊ എന്തായാലും ഒട്ടും സമയം നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡ് തുടക്കത്തിൽ തന്നെ ആരാണ് ഗ്രേറ്റ് ക്യാപ്റ്റൻ എന്ന് എല്ലാവരോടും ചോദിക്കുന്നു. എല്ലാവരും സാക്കുറയെ കാണിച്ചു കൊടുക്കുന്നു. സുവയും ടൈഗയും മാത്രമല്ല, അവിടെയുള്ള എല്ലാവരും അവനെ തന്നെയാണ് പറയുന്നത്. ഡേയ്, എന്നെ എന്തിനാടാ നോമിനേറ്റ് ചെയ്യുന്നേ? എനിക്കിതിൽ വലിയ താല്പര്യമൊന്നും ഇല്ലടാ. ആയിരിക്കുന്നവനെ കണ്ടോ? അതാ ആയിരിക്കുന്നവൻ സുഗു, അവനാക്കിക്കോ. അവനാവുമ്പോ കുറച്ച് മുടിയൊക്കെ ഉണ്ടല്ലോ. ഇത് കണ്ട് സുഗു നോക്കിയിരുന്നു. ഇപ്പാവും എന്ന് പറഞ്ഞ് തല തിരിച്ചു പിടിക്കുകയാണ്. എന്നെ എന്തിനാ ഈ റപ്പാക്കാൻ ശ്രമിക്കുന്നേ? ഞാൻ പുറത്തുനിന്ന് വന്നവനല്ലേ. ഇത് കേട്ട് മറ്റുള്ളവർ, നീ ഇവിടെ വന്നത് മുതൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ സ്കൂളിന്റെ പേര് കാത്തു സൂക്ഷിക്കുന്നതാണ്. അത് മാത്രമല്ല, സീഷിറ്റോറിയന്റെ സെക്കൻഡ് കമാൻഡറിനെ വരെ അടിച്ച് താഴെ ഇട്ടിരിക്കുന്നു. പിന്നെ ഈ ക്ലാസ്സിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള 3 പേർ നിന്നെയാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. സോ നീ ആ സ്ഥാനം ഏറ്റെടുക്കണമെന്നേ ഞങ്ങൾ പറയുള്ളൂ എന്ന് അവിടുത്തെ സ്റ്റുഡൻസ് പറയുന്നു. ഇത് കേട്ട് എന്ത് പറയണമെന്നറിയാതെ സാക്കുറ നിൽക്കുന്ന സമയത്താണ്, നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോടാ, നിനക്ക് സപ്പോർട്ടായിട്ട് ഞാനും നേരിനും ഉണ്ടാവും എന്ന് സുവോ അവനോട് പറയുന്നത്. ഉമ്മേമിയ ഒരു ലീഡറാണ്. അവനെ എല്ലാവരും ഫോളോ ചെയ്യുന്നതിന് ഒരു റീസൺ ഉണ്ട്. കാരണം അവൻ എല്ലാവരെയും നല്ലപോലെ നോക്കുകയും ചെയ്യും, കറക്റ്റായിട്ട് എല്ലാവരെയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. പക്ഷെ എന്നെ കൊണ്ട് അതിന് സാധിക്കുമോ? ഇതുവരെ ഞാൻ ചിന്തിച്ചത് എല്ലാവരെയും അടിച്ച് താഴെയിട്ട് അവരെ കൊണ്ട് ഞാനാണ് സ്ട്രോങ് എന്ന് പറയിപ്പിച്ച അവരെന്നെ ഒരു ലീഡറായി അംഗീകരിക്കുമെന്ന. എന്നാൽ ഇവിടെ മൊത്തം ഡിഫറെന്റ് ആണല്ലോ. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് ടോപ്പ് പൊസിഷനിൽ എത്താൻ സാധിക്കൂ. പക്ഷെ എനിക്ക് അതല്ലാതെ വേറെ യാതൊരുവിധ ഗോളും ഇല്ലല്ലോ. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. സത്യം പറയുവാണെങ്കിൽ ഞാനും അവനെ പോലെ തന്നെയാ എന്ന് പറഞ്ഞ് ചോജിയുമായിട്ട് അവനെ കമ്പയർ ചെയ്യുന്നു. സോ 2 പേർക്കും ടോപ്പ് പൊസിഷനിൽ എത്തണമെന്നാണ് ആഗ്രഹം. പക്ഷേ എത്തിക്കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് 2 പേർക്കും അറിയില്ല. സോ ഇതൊക്കെ ആലോചിച്ചിരിക്കുന്ന സാക്കുറ പെട്ടെന്നൊരു ശബ്ദം കേൾക്കുന്നു. എന്തുവാടാ ഈ കാണിക്കുന്നേ? ഒരു ഗ്രേഡ് ക്യാപ്റ്റനെ ചൂസ് ചെയ്യാൻ വേണ്ടിട്ട് ഇത്രയും സമയമോ? നിനക്ക് വേണ്ടിട്ടാ ഇവിടെയുള്ള എല്ലാവരും വെയിറ്റ് ചെയ്യുന്നേ. എല്ലാവരും നിന്റെ പേരാ പറയുന്നേ. എന്താ നിനക്ക് ക്യാപ്റ്റനായ എന്ന് പറഞ്ഞ ഒരുത്തൻ ഒച്ച വെക്കുന്നു. അത് വേറെ ആരുമല്ല, അവന്റെ പേര് കാജി. പുള്ളി ഹെഡ്സെറ്റ് വെച്ച് ഉറക്കെ സംസാരിക്കുവാണ്. പെട്ടെന്ന് തന്നെ കസുമി വന്ന് ഗാജിയുടെ ഹെഡ്സെറ്റ് അങ്ങ് മാറ്റി കൊടുക്കുകയാണ്. അപ്പൊ പുള്ളി പതിയെയാണ് സംസാരിക്കുന്നത്. ഡേയ്, വേഗം തെരഞ്ഞെടുക്കടാ, സമയം കളയല്ലേ എന്ന് ഗാജി അവരോട് പറയുന്നു. അങ്ങനെ ഗാജി സാക്കുറയെ ചൂണ്ടിക്കൊണ്ട്, ഡേയ്, നീയാണ് ഈ ക്ലാസ്സിൽ റെപ്പായിട്ടിരിക്കാൻ പോകുന്നത്. നീ ഇത് തന്നെയാണോ പറയുന്നേ? ഞാൻ എന്തിനു റെപ്പായിട്ട് നിൽക്കണം? ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും മുഖത്തോട്ട് നോക്ക് നീ. അവരെല്ലാവരും നിന്റെ പേരാ പറയുന്നേ. സോ നീ ആയേ പറ്റൂ എന്ന് പറഞ്ഞ് ഗാജി അവൻ ഹെഡ്സെറ്റ് ചെവിയിൽ വെക്കുന്നു. ശരി, ഇനി എന്താണ് നോക്കി നിൽക്കുന്നത്? എല്ലാവരും അവരുടെ പണി ചെയ്യടാ എന്ന് പറഞ്ഞു നിലവിളിക്കുവാണ് അവൻ. ഇതോ കേട്ട് ഈനമോട്ട മിണ്ടാതെ നിൽക്കുവാണ്. നിങ്ങൾക്ക് എന്താ ഒന്നും പറയാനില്ലേ എന്ന് ചോദിക്കുവാണ് സാക്കുറ. എന്ത്? ഞാൻ ഇതിൽ കൂടുതൽ ഇനി എന്ത് പറയാനാ? നിന്നെ റെപ്പാക്കിയ അവനുണ്ടല്ലോ, അവൻ സെക്കൻഡ് ഇയേഴ്സിലെ ഗ്രേഡ് ഗ്രപ്പാണ്. എന്ത്? ഇവനാണോ സെക്കൻഡ് ഇയേഴ്സിന്റെ റെപ്രസെന്റേറ്റീവ്? ശരി, ടോമാൻ സ്കോഡ് ഇപ്പൊ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഫസ്റ്റ് ഇയറിലെ ക്ലാസ് റെപ്പ് അത് ഹറുക സാക്കുറയാണ് എന്ന് ഇനോമോട്ടോ എല്ലാവരോടും പറയുന്നു. ഇത് കേട്ട് എല്ലാവരും അവനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. ഒരു മിനിറ്റ്, നിനക്കെങ്ങനെ എന്റെ ഫുൾ നെയിം അറിയാം എന്ന് സാക്കുറ അവനോട് ചോദിക്കുന്നു. ഓ, അത് ശരി. നീ ഒരു ഗ്രേറ്റ് റെപ്പ് ആവണമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും പേര് നീ കാണാതെ പഠിക്കണം, പ്രത്യേകിച്ച് ടോമാൻ സ്കോഡിലുള്ള എല്ലാവരുടെയും നെയിം. ഇത് കേട്ട് സാക്കുറ അന്തം വിട്ടു നിൽക്കുവാണ്. അപ്പോഴാണ് സുവോ കാര്യം പറയുന്നത്. ഹേ സാക്കുറ, നീ ഒറ്റയ്ക്കല്ല, ഞങ്ങളും നിന്നെ സഹായിക്കാം. സോ അവിടെയുള്ള എല്ലാവരും അവനെ റെപ്പായിട്ട് നോമിനേറ്റ് ചെയ്തതും ഒരുപാടധികം പുകഴ്ത്തുന്നതും കണ്ട് അവന് നല്ല രീതിയിൽ നാണം വരുന്നു. ശരി ശരി, എല്ലാവരും അവരുടെ പേരും നമ്പറൊക്കെ പറയൂ, നമുക്കൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കണം എന്ന് നേരിൻ വിളിച്ചു പറയുന്നു. ഹേയ് സോയി, സാക്കുറ, നേരിൻ, പ്രധാനപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും കോൺടാക്ട് ഡീറ്റെയിൽസ് ഇവിടെയുള്ള എല്ലാവർക്കും കൊടുക്കണം. അത് ഉപയോഗിച്ചിട്ടായിരിക്കും എല്ലാ ഇൻഫർമേഷനും ഇവിടെ കൈമാറുന്നത്. ഇതേസമയം നേരിനാണെങ്കിൽ സെക്കൻഡ് ഇയേഴ്സിന്റെ ഗ്രൂപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വാഴ കൊള്ളാത്ത ഒരുപാട് പേരും ഉണ്ടല്ലോ ദൈവമേ ഇതിനകത്ത് എന്ന് ചിന്തിക്കുകയാണ് നേരിൻ. ഇതോ കണ്ട് ഈനമോട്ടോ ഈ വർഷത്തെ ഫസ്റ്റ് ഇയേഴ്സ് എന്തായാലും കൊള്ളാം എന്ന് ചിന്തിക്കുന്നു. ശരി സാക്കുറ, സ്കൂൾ അവസാനിച്ചതിന് ശേഷം നീ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് കാജി നിനക്ക് പറഞ്ഞു തരും എന്ന് പറഞ്ഞ് അവരവിടെ നിന്നും പോകുന്നു. അങ്ങനെ അന്ന് വൈകുന്നേരം പെട്രോളിങ്ങിന് വേണ്ടി അവർ പുറത്തിറങ്ങുന്നു. സാക്കുറ, കാജിയെ പറ്റി നിനക്ക് വല്ലതും അറിയോ എന്ന് നേരിന് അവനോട് ചോദിക്കുന്നു. മിഡിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവനൊരു ഗ്യാങ്ങിനെ മൊത്തമായിട്ട് അടിച്ച് താഴെയിട്ടിട്ടുണ്ട്. അവനൊരു നിസ്സാരക്കാരനല്ല, അവന്റെ ആ യഥാർത്ഥ രൂപമാണ് നമ്മളിപ്പോ നേരത്തെ കണ്ടത്. അവൻ അപ്സെറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്ന് നേരിന് അവനോട് പറയുന്നു. ഇതേ സമയമാണ് ഗാജിയുടെ അടുത്തോട്ടൊരു അമ്മൂമ്മ വരുന്നത്. ഗാജി, വീണ്ടും എന്റെ ലീസയെ കാണാതായി, നീ ഒന്ന് അവളെ കണ്ടുപിടിച്ചു തരുമോ എന്ന് അമ്മൂമ്മ അവനോട് ചോദിക്കുന്നു. അയ്യോ, ഒരു കുട്ടിയെ കാണാതായെന്ന് തോന്നുന്നു എന്ന് പറയുവാണ് നേരിൻ. നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അവളെ തനിയെ പുറത്ത് വിടരുതെന്ന്? ശരി, ഇന്ന് അവൾ എങ്ങനെയാ എന്ന് ചോദിക്കുവാണ് കാജി. അവളൊരു പിങ്ക് കളർ റിബൺ ഇട്ടിട്ടുണ്ടാവും എന്ന് അമ്മൂമ്മയും പറയുന്നു. കിട്ടിയാ ഞാൻ നിങ്ങളുടെ വീട്ടിലോട്ട് കൊണ്ടുവന്നു തരാം, നിങ്ങൾ സമാധാനത്തോടെ വീട്ടിലോട്ട് പോക്കോ എന്ന് ഗാജി അവരോട് പറയുന്നു. ഒരുപാട് നന്ദിയുണ്ട് മോനെ എന്ന് പറഞ്ഞ അമ്മൂമ്മ വിഷമത്തോടെ വീട്ടിലോട്ട് പോകുന്നു. കാസുമി, ഇത് നീ നോക്കിക്കോ,
എന്ന് പറഞ്ഞ് വീണ്ടും ഗാജി ഹെഡ്സെറ്റ് എടുത്ത് വെച്ച് എന്തൊക്കെയോ ഗ്രൂപ്പിൽ ടൈപ്പ് ചെയ്ത് വിടുവാണ്. എന്താ ഇത്, ഒരു കുട്ടിയെ കാണാതായിട്ട് അതിനെ അന്വേഷിക്കാതെ ഇതിനെ നീ നോക്കിക്കോ എന്ന് പറഞ്ഞ് അവനത് പോകുന്നു. ഇവനൊക്കെ ഒരു ലീഡറാണോ എന്ന് പറഞ്ഞ് നേരും ചിന്തിക്കുന്നു. ഇതേ കാര്യം തന്നെ സാക്കുറയും ചിന്തിക്കുവാണ്. ഞാൻ കണ്ട ലീഡേഴ്സ് ഒന്നും ഇതുപോലെയല്ലല്ലോ, ഇവനെന്താ ഇങ്ങനെ? അപ്പോഴാണ് നേരിൻ എന്തോ ഗ്രൂപ്പിൽ ടൈപ്പ് ചെയ്ത് വിട്ട് കാജി ഫോൺ എടുത്തു വെക്കുന്നത് കാണുന്നത്. ഓ, എനിക്ക് കാര്യം മനസ്സിലായി. ഇവിടെ നടന്ന സംഭവം ഡീറ്റെയിൽ ആയിട്ട് ഇവൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും വന്ന് ഇനി ആ കുട്ടിയെ തിരയുന്നു എനിക്ക് തോന്നുന്നു. ഓ, എന്നാലും ഒരു കുട്ടിയെ കാണാനില്ലെന്ന് ഒരു അമ്മൂമ്മ വന്ന് പറഞ്ഞിട്ട് അവൻ എങ്ങനെ ഇത്ര കെയർലെസ് ആയിട്ട് നടക്കുന്നത് എന്ന് സാക്കുറ അവനെ നോക്കി പറയുന്നു. ശരി, എന്തായാലും ആ കുട്ടിയെ കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്ന് സാക്കുറ പറയുന്നു. പെട്ടെന്ന് തന്നെ സുവോ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇടുന്നു. ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ ടൗണിൽ കാണാതായ ഒരു കുട്ടിയെ കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. അതിനുവേണ്ടി നിങ്ങളുടെ ഒക്കെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്. ഇത് നമ്മുടെ സാക്കുറ ഗ്രേഡ് ട്രിപ്പിന്റെ ഓർഡർ ആണ് എന്ന് സുവോ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടുന്നു. ഡേ, എന്തുവാടെ എഴുതി വിട്ടിരിക്കുന്നത്? എന്റെ ഓർഡറോ? ഞാൻ എപ്പോഴാണ് ഓർഡർ തന്നെ? സോ ആ മെസ്സേജിന് ഒരുപാട് പേർ റിപ്ലൈ കൊടുക്കുവാണ്. ഇതൊക്കെ കണ്ട് സാക്കുറ പതിവിലും ഷൈ ആയി മാറുവാണ്. സാക്കുറയുടെ മുഖമൊക്കെ അങ്ങ് ചുവന്ന് തുടുത്തു നിൽക്കുന്നു. ഓ, നാണം വന്നോ സാക്കുറ എന്ന് നേരിന് അവനോട് ചോദിക്കുമ്പോ, എവിടെടാ എനിക്ക് നാണം, എന്റെ മുഖം ഇങ്ങനെ തന്നെയാടാ എന്ന് പറഞ്ഞ് തിരിഞ്ഞേക്കുന്ന സാക്കുറയെ ആരോ വന്നിടിക്കുന്നു. അയ്യോ, എന്നെ ആരോ അടിച്ചേ എന്ന് പറഞ്ഞ് സാക്കുറ താഴോട്ട് വീഴുന്നു. എന്തു പറ്റി സാക്കുറ എന്ന് നേരം ചോദിക്കുന്ന സമയത്ത്, എന്നെ ആരോ അടിച്ചടാ. പെട്ടെന്നാണ് അങ്ങോട്ട്, അതാ അവളെ കണ്ടുപിടിച്ചു, അവളെ പിടിക്ക്, കമോൺ ഗൈസ് എന്ന് പറഞ്ഞ് ഈനമോട്ട് അങ്ങോട്ട് വരുന്നു. ഇവനെന്താ ഇവിടെ? എന്തിനെ പിടിക്കാനാ ഈ പറയുന്നേ? എടാ, അതാണ് ലീസ. ആ അമ്മൂമ്മ പറഞ്ഞില്ലേ അത് അവളെ പിടിക്കാനാ എന്ന് പറഞ്ഞൊരു പൂച്ചയെ ചൂണ്ടി കാണിച്ചു കൊടുക്കുന്നു. ലീസ ഒരു പൂച്ചയായിരുന്നോ എന്ന് പറഞ്ഞ് ചിന്തിച്ച് നിൽക്കുവാണ് സാക്കുറ. പെട്ടെന്ന് തന്നെ ആ പൂച്ച ഒരു വീടിന് മുകളിലോട്ട് കയറുന്നു. ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് മേപ്പടെ നോക്കിയിരിക്കുകയാണ് മറ്റുള്ളവർ. പെട്ടെന്നാണ് സാക്കുറ കുരങ്ങനെ പോലെ ചാടി ചാടി ആ ബിൽഡിങ്ങിന്റെ മുകളിലോട്ട് കയറുന്നു. ഡേയ്, ഇനി ഇവിടെ എന്ത് നോക്കി നിൽക്കുക, വാ നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ട് പോവാം എന്ന് ഹീനമോട്ട അവരോട് പറയുന്നു. ഇതേ സമയം സാക്കുറയാണെങ്കിൽ ആ പൂച്ചക്ക് പുറകെ ഓടിക്കൊണ്ടിരിക്കുവാണ്. ഓടി ഓടി അവസാനം ആ പൂച്ച ഒരു ബ്രിഡ്ജിന്റെ മണ്ടയിൽ നിന്നും താഴോട്ട് ചാടുന്നു. അപ്പോഴാണ് സാക്കുറ ആ കാര്യം മനസ്സിലാക്കുന്നത്. അതൊരു കനാലായിരുന്നു. ഡേയ്, വെള്ളമാണ് അത് എന്ന് സാക്കുറ പൂച്ചയോട് പറയുന്ന സമയത്ത് തന്നെ പുറകിലൂടെ ആരോ ഒന്ന് ചാടുന്നു. അത് വേറെ ആരുമല്ല, നമ്മുടെ കാജിയായിരുന്നു. സോ വെള്ളത്തിലോട്ട് ചാടിയ കാജി എങ്ങനെയൊക്കെ ആ പൂച്ചയെ പിടിച്ച് അമ്മൂമ്മക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നു. അമ്മൂമ്മ അവരോട് എല്ലാവരോടും നന്ദി പറയുന്നു. ഹേയ്, നന്ദിയുടെ ഒന്നും ആവശ്യമില്ല എന്ന് മറ്റുള്ളവർ പറയുന്ന സമയത്ത് കാജി ഒരു കുളിയൊക്കെ കഴിഞ്ഞ് താഴെ ഇരിക്കുന്നു. അങ്ങനെ മുത്തശ്ശി അവനോട് പ്രത്യേകം നന്ദി പറയുന്നു. ഹേയ് മുത്തശ്ശി, ഇനി ഇങ്ങനെ സംഭവിച്ചാ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യില്ല എന്ന് കാജി അവരോട് പറയുവാണ്. ഇതേ സമയം ആ പൂച്ചയെ രക്ഷിച്ചതിന് പകരമായിട്ട് അവർക്ക് ഫുഡെല്ലാം തന്നെ അവർ വന്ന് കൊടുക്കുന്നു. എന്നിതൊക്കെ കണ്ട് സാക്കുറ ഗാജിയുടെ അടുത്തോട്ട് ചെല്ലുവാണ്. അപ്പോഴാണ് ഉമ്മയമ്മയെ പറഞ്ഞൊരു കാര്യം അവൻ ആലോചിക്കുന്നത്. സത്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ എപ്പോഴും മറ്റുള്ളവരുടെ മനസ്സിൽ തട്ടി സംസാരിക്കണം. മറ്റുള്ളവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നിനക്ക് എന്റെ ഈ പൊസിഷനിലോട്ട് എത്താൻ സാധിക്കുകയുള്ളൂ. ഹേയ്, നീ എന്തേ ചെയ്യുന്നേ? നീ എന്തിനു വേണ്ടിട്ടാ ഗ്രേഡ് റിപ്പിന്റെ സ്ഥാനം ഏറ്റെടുത്തത് എന്ന് സാക്കുറ കാജിയോട് ചോദിക്കുന്നു. അങ്ങനെ ചോദിച്ചാ എനിക്ക് ഗ്രേഡ് റിപ്പ് ആവാനൊന്നും തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ അവർക്ക് വേണ്ടിയിട്ട് മാത്രമാ ഞാൻ ഈ സ്ഥാനത്ത് നിൽക്കുന്നത്. ഓ, എന്റെ ഫ്രണ്ട്സ് എനിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇവന്റെ ഫ്രണ്ട്സ് ഇവന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഞാനും ഇവനും ഏകദേശം ഒരുപോലെ തന്നെയാ എന്ന് സാക്കുറ മനസ്സിൽ വിചാരിക്കുന്നു. പിന്നെ നീ എന്തിനാടാ നിന്നോട് പറഞ്ഞ ജോലി മറ്റുള്ളവരെ ഏൽപ്പിക്കുന്നേ എന്ന് സാക്കുറ അവനോട് ചോദിക്കുന്നു. ഇത് കേട്ട് ടെൻഷനായ കാജി ഡേയ് ഓച്ചേ എന്ന് പറഞ്ഞൊരു കോലമുട്ടായി വായിലോട്ടിടുന്നു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാ, ഞാൻ ഇവിടെ നിന്ന് ജോലി ചെയ്ത എന്നെ കൊണ്ട് പല മിഠായികളും ഉണ്ടാക്കാൻ സാധിക്കില്ല. എന്ത്? അതെ, അതുപോലെ തന്നെയാണ് എന്റെ ഫ്രണ്ട്സ്. അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. കാരണം എനിക്ക് ജീവനുള്ളിടത്തോളം കാലം മറ്റുള്ളവരെ വിശ്വസിച്ചാൽ മാത്രം മതി. വിശ്വാസം അതാണ് എല്ലാം. അത് മാത്രം നീ ഒന്ന് മനസ്സിൽ വെച്ചാ മതി എന്ന് പറഞ്ഞ് കാജി അവിടെ നിന്നും പോകുന്നു. ഇത് കേട്ട് സാക്കുറ ഇവൻ എന്തൊക്കെയാ പറയുന്നേ? പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, എപ്പോഴും നമ്മുടെ കൂടെയുള്ള നമ്മുടെ ഫ്രണ്ട്സിനെ നമ്മൾ വിശ്വസിക്കണം. അവർ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ വിചാരിച്ചത് എന്നെ കൊണ്ട് നേടാൻ സാധിക്കൂ. ഹേയ് സാക്കുറ, എന്ത് പറ്റി? സേഡാണല്ലോ എന്ന് ചോദിച്ച് നേരിന് അങ്ങോട്ട് വരുന്നു. ഇത് കഴിച്ചു നോക്കിയേ, നല്ല രസമാ. ഇതിന്റെ പേര് ഡെങ്കോക്കി കോജി. അത് കഴിക്കുന്ന സാക്കുറയെ നോക്കി, ഇന്ന് സാക്കുറ നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ ചെയ്തല്ലേ, ശരിക്കും അവനൊരു സംഭവം തന്നെ എന്ന് നേരെ സുവോനോട് പറയുന്നു. ഇത് കേട്ട് സാക്കുറയ്ക്ക് ചെറുതായിട്ട് നാണം വരുന്നുണ്ട്. ഹേയ് ഗൈസ്, നിങ്ങൾ എന്തിനാ എന്നെ റെപ്രസെന്റീവ് ആയിട്ട് എടുത്തത്? ഇതൊക്കെ ഒരു ചോദ്യമാണോ? നിന്നെ ഞങ്ങൾക്ക് വിശ്വാസമാടാ. തീർച്ചയായിട്ടും നീ വിചാരിച്ചതെല്ലാം തന്നെ നടക്കും. അതിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്നോണം ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഇത് മാത്രമാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ടാച്ചിബാനയുടെ കടയിലോട്ട് വരുന്ന സാക്കുറേനെയാണ് നമ്മൾ കാണുന്നത്. അവന്റെ കണ്ണിന് ചുറ്റും ഡാർക്ക് സർക്കിൾസ് വന്നിട്ടുണ്ട്. എന്തുപറ്റി, നിനക്ക് വയ്യേ എന്ന് ടാച്ചിബാൻ അവനോട് ചോദിക്കുന്നു. അതൊന്നുമല്ല, ഇന്നലെ മുഴുവനായിട്ട് ഉറങ്ങിയില്ല ഞാൻ. ഓ, അതൊന്നും നിന്നോട് പറയാൻ പറ്റില്ല എന്ന് സാക്കുറ മനസ്സിൽ ചിന്തിക്കുന്നു.
ഇന്നലെ അവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിച്ച് സാക്കുറയ്ക്ക് ഉറക്കം തന്നെ വന്നിട്ടില്ല. എന്ത് പറ്റി സാക്കുറ, നീയാണ് ക്ലാസ്സിലെ റെപ്രസെന്റേറ്റീവ് എന്ന് കേട്ടല്ലോ എന്ന് ടാച്ചിബാന അവനോട് ചോദിക്കുന്ന സമയത്ത് അതൊക്കെ നീ എങ്ങനെ അറിഞ്ഞു? നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? നീ പേടിക്കൊന്നും വേണ്ട, എനിക്ക് നിന്റെ മുകളിൽ നല്ല വിശ്വാസമുണ്ട് എന്ന് ടാച്ചിബാന അവനോട് പറയുന്നു. എന്തുകൊണ്ടാ ഇവരെന്നെ ചൂസ് ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഒരു കാരണമില്ലാതെ ഒരിക്കലും നിന്നെ അങ്ങനെ സ്ഥാനത്തോട്ട് അവരൊരിക്കലും തെരഞ്ഞെടുക്കില്ല. നീ എന്തീ പറഞ്ഞു വരുന്നേ? അവിടെ ഇരിക്കുന്ന ഒരുത്തന്റെ പേര് പോലും എനിക്ക് നല്ലപോലെ അറിയില്ല. അതാണോ? ഈ പേരൊക്കെ പഠിച്ചു വെക്കുക എന്നുള്ളത് അത്ര കഷ്ടമായിട്ടുള്ള കാര്യമൊന്നുമല്ല. ഒരാളെ കാണുമ്പോ അവരുടെ കണ്ണിൽ നോക്കി സംസാരിക്കണം. സോ ഫസ്റ്റ് എന്നിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എന്റെ പേര് ടാച്ചിബാന. ഇതോ കണ്ട് സാക്കുറ, ഇവള് പറഞ്ഞതും ശരിയാ, കണ്ണിൽ നോക്കി സംസാരിക്കണം. സാക്കുറ, ഞാൻ ചെയ്യുന്ന പോലെ ചെയ് എന്ന് പറഞ്ഞ കൈയും കെട്ടി അവളുടെ കണ്ണിലോട്ട് നോക്കി നിൽക്കുവാണ് ടാച്ചിബാന. ഇതൊക്കെ പ്രാക്ടീസ് ചെയ്താൽ ശരിയാവും. വേഗം പറ, എന്റെ പേര് ടാച്ചിബാന. പറ ടാച്ചിബാന. സാക്കുറ, എന്റെ പേര് ചിയോക്കോ എന്ന് അപ്പുറത്തുനിന്ന് ഒരു ശബ്ദം കേൾക്കുന്നു. ആരാണെന്ന് പറഞ്ഞ് നോക്കുന്ന സമയത്ത് അതാ മുത്തശ്ശിയായിരുന്നു. പറ ചിയോക്കോ, ടാച്ചിബാന, ടാച്ചിബാന, ചിയോക്കോ എന്ന് പറഞ്ഞ് അവരെടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. എന്നെ വെറുതെ വിടറേ എന്ന് പറഞ്ഞൊരു സാൻഡ്വിച്ച് എടുത്തുകൊണ്ട് സാക്കുറ അവിടെ നിന്ന് ഓടുന്നു. അങ്ങനെ അവൻ ക്ലാസ്സിലോട്ട് ചെന്ന സമയത്താണ് അവിടെയുള്ള ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ് നേരിൻ. ഇത്ര ആളുകളുടെ പേര് എങ്ങനെയാണ് ഓർമ്മിച്ചു വെക്കുന്നേ? അതൊക്കെ സിമ്പിൾ അല്ലേ, എല്ലാവരുമായിട്ട് സംസാരിച്ചങ്ങ് പഴകിയാൽ മതി എന്ന് നേരിനും പറയുന്നു. ക്ലാസ് റപ്പായിട്ടിരിക്കുമ്പോ ഇതെല്ലാം ചെയ്തേ പറ്റൂ. എന്തു പറ്റി, നിനക്ക് പേടിയുണ്ടോ? എനിക്കെന്ത് പേടി എന്ന് ഞങ്ങളുടെ പേരൊന്ന് പറഞ്ഞേ എന്നിട്ട് അയച്ച അവനോട് ചോദിക്കുന്നു. അത് പിന്നെ നിങ്ങളുടെ പേര് എന്നോടാണോ ചോദിക്കുന്നത്? നിങ്ങൾക്കറിയില്ലേ, വേറെ ആരുടെയെങ്കിലും ചോദിക്കണ. ഇതേ സമയമാണ് നേരിനൊരു പയ്യനെ നോക്കി നിൽക്കുന്നത്. അനാസായി. എന്തു പറ്റി അവന്? അടി കൊണ്ടതുപോലെ ഉണ്ടല്ലോ. പെട്ടെന്ന് തന്നെ അവൻ ഇവരെ തിരിഞ്ഞു നോക്കുന്നു. അവിടെ നിന്ന് എഴുന്നേറ്റ് മിണ്ടാതെ അവിടെ നിന്നും പോവാണ്. അവൻ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് സാക്കുറ പറയുന്ന സമയത്താണ് മൈക്കിലൂടെ ഒരു ശബ്ദം. ഫസ്റ്റ് ഇയർ ആൻഡ് സെക്കൻഡ് ഇയേഴ്സിലെ റപ്പും വൈസ് റപ്പും പെട്ടെന്ന് തന്നെ റൂഫ് ടോപ്പിലോട്ട് വാ, കമോൺ ഗൈസ് എന്ന് ഉമേമിയെ വിളിച്ചു പറയുന്നു. ഇത് കേട്ട് സാക്കുറയും നേരിനും സുവോയും അവിടെ നിന്നും പോകുന്നു. റൂഫ് ടോപ്പിൽ ചെന്ന് അവർ കാണുന്നത് സുഗോനെയാണ്. ഉമേമിയുടെ ചെടികൾക്കെല്ലാം വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരൻ. നോക്കുന്ന സമയത്ത് ഫ്യൂരിയിലെ എല്ലാ പ്രധാനപ്പെട്ട ആളുകളും അവിടെ നിൽക്കുന്നുണ്ട്. കാര്യമായിട്ടുള്ള എന്തോ മീറ്റിംഗ് ആണ്. എന്താണാവോ എന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നു. അവിടെയുള്ള എല്ലാവരെയും കണ്ട് ഇവരുടെ പേരും ഇനി ഞാൻ കാണാതെ പഠിക്കണമുള്ള ദൈവമേ എന്ന് പറഞ്ഞ് നിൽക്കുവാണ് സാക്കുറ. സാക്കുറ, പേടിക്കണ്ട, ഞങ്ങൾ നിന്നെ ഹെൽപ്പ് ചെയ്യാം എന്ന് നേരിനും സുവോയും പറയുന്നു. അപ്പൊ നിനക്ക് മറ്റു ക്ലാസ്സിലെ സ്റ്റുഡൻസിന്റെ പേര് പറയൂ എന്ന് സാക്കുറ അവനോട് ചോദിക്കുന്നു. കുറച്ചൊക്കെ. ഫൈറ്റിലോ എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ഈ കാര്യത്തിലെങ്കിലും ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്തേ പറ്റൂ. സോ സാക്കുറ, എന്തിനും ഏതിനും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. ഞാൻ ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. ഇത് കേട്ട് സാക്കുറ ഇവരെന്നെ ഇത്രയും വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുകയാണ്. പെട്ടെന്നാണ് ഉമേമി അങ്ങോട്ട് വരുന്നത്. ഗായ്സ്, കുറച്ച് ലേറ്റ് ആയി പോയി, ഞങ്ങളോട് ക്ഷമിക്കണം. നോക്കുന്ന സമയത്ത് തേർഡ് ഇയേഴ്സിലെ പ്രധാനപ്പെട്ട എല്ലാവരും ഉമേമിയുടെ പുറകിൽ നിൽക്കുന്നുണ്ട്. മാസായിട്ട് അവരിവരുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന സീൻ കാണിച്ചിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. സോ ഇതോടുകൂടി ഈ സീസൺ അവസാനിച്ചോ എന്ന് ചോദിച്ചാ എനിക്കറിയില്ല. ഒരു എപ്പിസോഡ് കൂടി ഉണ്ടെന്ന് പലരും പറയുന്നത് കേട്ടു. പക്ഷേ 12 എപ്പിസോഡുള്ളെന്ന് പലരും പറയുന്നത് കേട്ടു. എന്തായാലും ഇനി ആ എപ്പിസോഡ് ഇറങ്ങുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരാതെ വരയ്ക്കും. ബൈ.